വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവിശ്വംശയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 15 21 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. കുരിശിൽ തറയ്ക്കുന്നു. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കിറനേക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്നു വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിന്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീന് അവർ അവന് കൊടുത്തു. അവൻ അത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന് അവന്റെ മേൽ ഒരു കുറ്റപത്രവും എഴുതി വെച്ചു. അവനോട് കൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവന്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും. അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിതുയർത്തുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. യേശുവിന്റെ മരണം. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലാമ സബ്കഥാനി. അതായത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്ത് നിന്നിരുന്ന ചിലർ അത് കേട്ടു പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടിവന്ന് നീർപ്പഞ്ഞി വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ, അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ 2ആയി കീറി. അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലേന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും സലോമിയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ. കൂടാതെ അവനോട് കൂടെ ജെറൂസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. കുരിശിലെ യേശുവിന്റെ ആത്മബലി. നീണ്ട മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ശേഷം സ്വന്തം കഴുമരവും പേറിക്കൊണ്ട് ഗാഗുൽത്താമലയിലേക്ക് നടക്കുക എന്ന നിർദ്ദേശമാണ് യേശുവിനായിട്ട് നൽകപ്പെട്ടത്. യേശു വളരെ ക്ഷീണിതനും അവശനുമായി കഴിഞ്ഞിരുന്നു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽത്താമലയിലേക്കുള്ള പ്രയാണത്തിൽ പല പ്രാവശ്യം അവശത അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുഴഞ്ഞു വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നു.
അർത്ഥപ്രാണനായി തീർന്നിരിക്കുന്ന യേശുവിനെ ജീവനോടുകൂടെ കുരിശിൽ തറച്ചു കൊല്ലണം എന്നുള്ളതായിരുന്നു അവരുടേതായിട്ടുള്ള ആഗ്രഹം. അത് കണ്ട് രസിക്കണം. ആ വേദന കൊണ്ട് പിടയുന്ന യേശുവിനെ പരിഹസിക്കണം. ഇതായിരുന്നു അവിടെ കൂടിയിരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായം എന്ന് നമുക്ക് ഊഹിക്കാം. ആ അവസരത്തിലാണ് ഗ്രാമത്തിൽ വസിച്ചിരുന്ന ശമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആകസ്മികമായിട്ട് അവിടേക്ക് കടന്നു വരുന്നത്. വലിയൊരു ജനാവലിയും ആ ജനാവലിയുടെ നടുവിൽ കൂടെ ഇഴഞ്ഞു നീങ്ങുന്ന യേശുവിനെയും കണ്ടപ്പോൾ ശമയോന് ജിജ്ഞാസയും അല്പം സഹതാപവും യേശുവിനോട് തോന്നിയിട്ടായിരിക്കാം അടുത്തു വന്ന് നിരീക്ഷിക്കാൻ ഇടവരുന്നു. ശമയോൻ ഒരു ഗ്രാമവാസിയാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പട്ടാളക്കാർ ശമയോനെ നിർബന്ധിക്കുന്നു യേശുവിന്റെ കുരിശ് ചുമക്കുന്നതിന് വേണ്ടി. യേശുവിനെ അല്പം ഭാരം ഒഴിച്ചു കൊടുത്ത് യേശുവിനെ സഹായിക്കുക എന്നുള്ളതല്ലായിരുന്നു അതിന്റെ ഉദ്ദേശം. യേശുവിനെ ജീവനോടുകൂടി കുരിശിൽ തറയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ സഹായകമാകും ഈ കുരിശിന്റെ മാറ്റം എന്നുള്ളതായിരുന്നു പട്ടാളക്കാരുടെ ചിന്ത. അങ്ങനെ ശമയോൻ യേശുവിന്റെ കുരിശും താങ്ങിക്കൊണ്ട് യേശുവിനെ അനുധാവനം ചെയ്യാൻ നിർബന്ധിതനാകുന്നു. വിലാപയാത്ര എന്ന് തന്നെ പറയാം. ആ അതിദാരുണമായിട്ടുള്ള യാത്രയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയുടെ നെറുകയിൽ യേശു എത്തുന്നു. യേശു പേറിക്കൊണ്ടുവന്ന തന്റേതായിട്ടുള്ള കഴുമരത്തിൽ തന്നെ കെടുത്തുന്നതിന് മുമ്പ് അടയാളികളിൽ നിയുക്തരായിട്ടുള്ള ആളുകൾ കുരിശിൽ കിടത്തിക്കൊണ്ട് ആണി തറയ്ക്കുമ്പോൾ യേശു ഒരുപക്ഷെ പ്രതിരോധിക്കാം എന്ന് വിചാരിച്ച് ആ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടെ എന്ന ഉദ്ദേശത്തിലായിരിക്കണം നീറ കലർത്തിയ വീഞ്ഞ് യേശുവിനെ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. സുബോധത്തിന്റെ ഒരു മാന്യം ആ പാനീയം പ്രദാനം ചെയ്യും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത് യേശുവിൽ വെച്ച് നീട്ടുന്നത്. യേശു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബോധപൂർവം ആ പാനീയം രുചിക്കാൻ പോലും തയ്യാറാകുന്നില്ല. യഥാർത്ഥ സുബോധത്തോടുകൂടെ തികഞ്ഞ അവബോധത്തോടുകൂടെ തന്റേതായിട്ടുള്ള ജീവിത ബലി സമർപ്പിക്കാൻ യേശു തീരുമാനിച്ചിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് എടുത്ത ആ ഉറച്ച തീരുമാനം യേശു നടപ്പിലാക്കുകയാണ് അടുത്ത നിമിഷങ്ങളിൽ. താൻ ചുമന്നുകൊണ്ടുവന്ന ആ കുരിശിലെ യേശു കിടക്കുന്നു. കൈകാലുകൾ വലിച്ചു നീട്ടപ്പെടുന്നു. ആ പച്ച മാംസത്തിൽ ആണികൾ തറച്ചു കയറ്റുന്നു. വേദന കൊണ്ട് പിടയുന്നു. ഒരു മനുഷ്യനെ സഹിക്കാൻ സാധിക്കുന്നതിനേക്കാൾ വളരെ വളരെ അധികമുള്ള വേദന യേശുവിന്റെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് നാട്ടപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് ഒരു പക്ഷേ സുബോധം നഷ്ടപ്പെടുത്തത്തക്ക വിധത്തിലെ പാനീയങ്ങൾ കൊടുത്തു കാണാം. യേശു യഥാർത്ഥത്തിൽ അത് നിരസിച്ചുകൊണ്ട് ബോധപൂർവം തികഞ്ഞ അവബോധത്തോടുകൂടെ തന്റേതായിട്ടുള്ള ആത്മബലി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കുരിശ് ഉയർത്തപ്പെട്ട അവസരത്തിൽ അവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ പരിഹാസത്തിൻ്റെതായിട്ടുള്ള ശകാരവർഷം മുഴക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പരിഹാസം പലഹാരമായി അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഒരു രംഗം ജനങ്ങളിൽ നാം കാണുന്നു. അവരിൽ പുരോഹിതന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പട്ടാളക്കാരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. യേശുവിനോടൊപ്പം കുരിശിൽ രണ്ട് ഭാഗത്തായിട്ട് തറയ്ക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളുമുണ്ട്. ഇവരുടേതായിട്ടുള്ള പരിഹാസങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, അതിന്റെ അർത്ഥമെന്ത് എന്ന് ഇവർക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതായിരുന്നു യേശുവിന്റെ അന്ത്യ പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ട് തന്റെ സഹനബലി പിതാവായ ദൈവത്തിന് ബോധപൂർവം നൽകിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അന്ത്യം വരിക്കുകയാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട്. ഇവിടെയാണ് ഒരു വ്യക്തിയുടെ ധീരോദാത്തത നാം ദർശിക്കേണ്ടത്. ഇവിടെയാണ് ഒരു വ്യക്തിയുടെ തീരുമാനത്തിന്റെ മേന്മ, പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് സഹനത്തെ സാധനയാക്കിയിട്ട് മാറ്റാമെന്നുള്ളതിന്റെ കണ്ടുപിടുത്തത്തിന്റെ പൂർണ്ണിമ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായിരുന്നു യേശുവിന്റെ കുരിശിലുള്ള ആത്മത്യാഗം.
യേശുവിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിശുദ്ധ മർക്കോസ് വളരെ വിശദമായ രീതിയിൽ തന്നെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാവുന്നതാണ്.